അവിടെ പാലിലേക്കിട്ടില്ല നമ്മളെ ബീഫ് ഇതുപോലെ കമത്തിട്ടിട്ട് ഒരു കിഡിനായിട്ടോട്ടാ നമ്മൾ കാണിച്ചാൽ അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ. അടുത്തിട്ടില്ല സാൾട്ട് ഫ്രം ഹാൻഡ് ടു പുട്ടിൻ ടു പാൻഡ, അതായത് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് വാരി വിതറ. അപ്പൊ നമ്മൾ എടുത്ത് വെച്ചിരുന്നത് 1 കിലോ ഇറച്ചിക്ക് ഒരു വലിയ കപ്പ് തേങ്ങാപ്പാലുണ്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ. അതുപോലെ തന്നെ 2-3 പീസ് കറുകപ്പെട്ട് 2-3 പീസ് ഏലക്ക ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ നമ്മൾ റെഡി ആക്കിച്ചാണ് തേങ്ങാപ്പാലും ബീഫും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടിയിട്ടില്ല ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്ടാ. കുക്കറിലേക്ക് ഇതുപോലെ അടപ്പന അടിച്ചും വെച്ചിട്ടുണ്ടല്ല ഒരു 5-6 വിസിൽ അടുപ്പിച്ചിട്ട് സംഭവം ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. അപ്പൊ ബീഫ് ഇരിക്കട്ടെ, അടുത്തായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും കണ്ടോ. തൊട്ട് കുറേ തന്നെ ഉണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ടോ. നമ്മുടെ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായിട്ടാണ് മൂപ്പിച്ചെടുക്കാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 വലിയ സവാള വെട്ടിക്കൂട്ടിയതാണ്ടോ. അപ്പൊ തട്ടിയിട്ട സവാള ഉണ്ടല്ലോ കിടക്കണ മസാലയുടെ കൂടെ നന്നായിട്ടാണ് ജോയിന്റ് ആക്കി എടുക്കട്ടോ. എന്താ സവാള ഉണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് വൈറ്റ് എടുക്കണം കേട്ടോ. ഇത് ശ്രദ്ധിച്ച് കാണണം, കിടില റെസിപ്പിയാണ്. 1-2 തക്കാളി വെട്ടിക്കൂട്ടി അതും കൂടി ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ തക്കാളി ചേർത്ത് നന്നായിട്ട് ഈ ഒരു പരുവത്തിലാണ് വൈറ്റിയതിനു ശേഷം ഉണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മസാല ചേർത്തിട്ടുണ്ടല്ലോ ജോയിന്റ് ആക്കി എടുത്തിട്ട് സെറ്റ് ആക്കി മൂപ്പിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉണ്ടല്ലോ നീളത്തിലരിഞ്ഞ ഇഞ്ചി ഈ സമയത്ത് ഇട്ട് കൊടുക്കാട്ടോ. അപ്പൊ നമ്മുടെ മസാലക്കെല്ലാം മൂത്തിട്ടുണ്ടോ ഇതിലേക്കുണ്ടല്ലോ നമ്മൾ വേവിച്ച ബീഫിന്റെ ഗ്രേവിയിലെ ആ ഗ്രേവി മാത്രം ഇതുപോലെ കുറച്ചുകൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്നും സെറ്റ് ആക്കി എടുക്കാട്ടോ. അപ്പൊ തൊട്ട് കുറത്തിനുണ്ടല്ലോ നമ്മൾ റെഡി ആക്കിച്ച ബീഫ് ഉണ്ടല്ലോ ആ ബീഫ് മൊത്തത്തിലാണ് കൊട്ടി വെച്ച് കൊടുക്കാട്ടോ. സംഭവം അടിപൊളി ആയിട്ടാണ് മക്കളെ നമ്മൾ ഇപ്പൊ കാണിച്ചറാ. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണമെന്നല്ല കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കരിവേപ്പിന്റെ ഇല ഉണ്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുണ്ടല്ലോ 2-3 പച്ചവള കൂടി ഇതുപോലെ വെട്ടിയിട്ടുണ്ടെങ്കിലല്ല ബീഫ് കറി അടിപൊളിയായിട്ടുണ്ടാവും. സംഗതി ഉണ്ടല്ല പൊറോട്ടയുടെ കൂടെ പുട്ടിന്റെ കൂടെയൊക്കെ അടിക്കാൻ കിഡിലെ ടേസ്റ്റ് ആണ്. ഇതുപോലെ ഉണ്ടല്ലോ സംഗതി വായിലേക്ക് വെച്ച് കഴിക്കാൻ നേരത്തെ നമുക്ക് പറയാനുണ്ടല്ലോ സംഗതി വേറെ ലെവൽ ആയിട്ടുണ്ടോ, വേറെ ലെവൽ മക്കളെ. ഇതുണ്ടല്ലോ ഇതിന്റെ അവസാനം തേങ്ങാപ്പാൽ ചേർത്താൽ മതി ചോദിക്കുന്നവർ തെറ്റിയിട്ടാ. അതായത് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്, ഇതിന്റെ ടേസ്റ്റ് രണ്ടാണ് അടിപൊളിയാണ്ടോ. ബീഫ് വെച്ച് പല ടൈപ്പിൽ കഴിച്ചിട്ടുണ്ടെങ്കിലുള്ള ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണട്ടോ. സംഗതി നമ്മുടെ പെരുന്നാളിന് കിട്ടിയ ബീഫിന്റെ ലാസ്റ്റ് റെയിലാണ് അടിപൊളി എന്നുണ്ടെങ്കിലല്ല പറഞ്ഞ കുറഞ്ഞു പോകും, വേറെ ലെവൽ ഇട്ടോ. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.